ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഒരുവിധം എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ എടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ തിയറി പാർട്ട്, വാട്ട് ഈസ് മെൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം ഫസ്റ്റ് ചാപ്റ്ററായ തിയറി പാർട്ട് നമുക്ക് ആ ചാപ്റ്ററും കൂടിയാണ് നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് എടുക്കുന്നത്, വ്യത്യാസമില്ല, ആ ബുക്ക് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചെങ്കിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഡിസിഷൻ മേക്കേഴ്സ്, അപ്പോൾ ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നവർ, ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ അനലിസ്റ്റുകൾ അവരവരുടെ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വരുന്ന ടൂൾസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, എന്താണ് ഡിസിഷൻ മേക്കേഴ്സ് ആർ യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട്. അപ്പോൾ അവർ ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ അതിലെങ്ങനെയൊക്കെയാണ് റിസൾട്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ നമുക്കിതിൽ നെക്സ്റ്റ് പറയാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ 3 ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മൂന്നാമത്തെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ്, തേർഡ് വൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. കളക്ഷൻ ഓഫ് ഡാറ്റാസ് പറഞ്ഞാൽ 2 തരത്തിലാണ്, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ അല്ലേ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു ഇൻഫോർമേഷൻ ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതിനെ ആദ്യമായിട്ടാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രൈമറി ഡാറ്റ എന്നും, ഒരാൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സെക്കൻഡറി ഡാറ്റ എന്നും പറയുന്നു. ഡാറ്റാസ് പറഞ്ഞ വിവരങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഡാറ്റാസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഡീവിയേഷൻസ് കാണുന്നു. പിന്നെ നമ്മൾ കോറിലേഷനും റിഗ്രഷനും അനലൈസ് ചെയ്യുന്നു. പിന്നെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടൈം സീരീസ്. അപ്പം നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന ടേംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഫസ്റ്റ് വണ്ണായ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ്. സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, അങ്ങനെ പറയുന്ന കുറേ തിയറീസാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ സെറ്റ് തിയറി, മെട്രിക്സ്, അതുപോലെ ഡിറ്റർമിനേഷൻ, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, അതൊക്കെ പറയുന്നതാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ പഠിക്കുന്നത് എന്താ വെച്ചെങ്കിൽ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് പറയാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ പറയുന്നത് എവിടേക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ്, മാത്തമാറ്റിക്കൽ, അങ്ങനെ 3 നമ്മളതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഓരോന്നായിട്ട് നമുക്ക് ആദ്യം പറയാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണ്, അതിന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെ പവർഫുൾ, നമുക്ക് എങ്ങനെയൊക്കെ ഡിസിഷൻസ് എടുക്കാം, സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ്
അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും പറയാനും സാധിക്കുന്നു. അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കേഴ്സ്, ഡിസിഷൻ മേക്കർ എന്ന തീരുമാനമെടുക്കുന്നവർക്ക് വിത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ദേ ഹെൽപ്പ് ഇൻ ഫ്രെയിമിങ് പോളിസീസ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനമാകുമ്പോൾ പോളിസീസ്, നയങ്ങൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ആ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫോർ അച്ചീവിങ് ദി ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കേഴ്സിനെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തിനെ? ഫോർ ഫ്രെയിമിങ് ദി പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ പോളിസീസാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. അതിലൂടെ ടു അച്ചീവ് ദി പ്രീ ഡിറ്റർമിൻ ഗോൾസ്. അപ്പം നമ്മുടെ പ്രീ ഡിറ്റർമിൻ ഗോൾ, അപ്പോൾ ഓരോ സ്ഥാപനത്തിലും ആൾക്കാർ പ്രീ ഡിറ്റർമിൻ ഗോൾസ് ഉണ്ടാവില്ലേ. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുന്നേ നമുക്ക് ഗോൾസ്, നേട്ടങ്ങൾ, ഇന്ന നേട്ടങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ടു അച്ചീവ് ദി പ്രീ ഡിറ്റർമിൻ ഗോൾസ്, നമ്മുടെ പ്രീ ഡിറ്റർമിൻ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. നോക്കുക ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതാണ് നമ്മളതിൽ അടുത്തതിൽ പറയാനുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് അതിനെ 3 ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, തേർഡ് വൺ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, വാട്ട് ഈസ് മെൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കേഴ്സ്, എന്തിന്? ഡിസിഷൻ മേക്കേഴ്സ് വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. സിസ്റ്റമാറ്റിക്കായിട്ടും പവർഫുള്ളായിട്ടും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞത് അല്ലേ. ഇനി നമ്മളെ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ്, തേർഡ് വൺ മാത്തമാറ്റിക്കൽ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റാസ്. കളക്ഷൻ ഓഫ് ഡാറ്റ പറഞ്ഞാൽ 2 തരത്തിലാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈമറി ഡാറ്റ എന്നും, ഒരാൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ എടുത്തിട്ട് വീണ്ടും അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് പറയുന്നത്. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഡാറ്റാസ് കളക്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത്, അത് നോക്കിയിട്ട് നമ്മൾ അതിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നു ഇൻ ടു കോളംസ് ആൻഡ് റോസിലും കോളംസിലൊക്കെ ആയിട്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ ടാബുലേഷൻ എന്നും പറയുന്നു. അപ്പം നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ആ കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ക്ലാസിഫൈ ചെയ്യുന്നു. അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് റോസിലും കോളംസിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഴ്സൺ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. മെഷർമെൻറ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മളതിലെ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അതൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ വാരിയബിലിറ്റി എത്രത്തോളമാണ് ഉണ്ടാവുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്പേഴ്സൺ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്ന റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എത്രത്തോളമാണ് ഗീവ്സ് ദ അസിമെട്രി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ അസിമെട്രി എങ്ങനെയാണ് അതിൻ്റെ വലിപ്പം വരുന്നത്, പ്ലാറ്റിക്കർട്ടിക് ഏറ്റവും താഴത്തുള്ളതിനെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ കർട്ടോസിസ് ഉണ്ട്. കർട്ടോസിസ് പറഞ്ഞാൽ ഫ്ലാറ്റ്നെസ് ആൻഡ് പീക്കഡ്നെസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്ലാറ്റ്നെസ്സും പീക്കഡും 3 തരത്തിലുണ്ട്. പ്ലാറ്റിക്കർട്ടിക്, ഏറ്റവും താഴെയുള്ളതിനെ പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ളതിനെ മെസോകർട്ടിക്, ഏറ്റവും മുകളിലുള്ളതിനെ ലെപ്റ്റോകർട്ടിക് എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നത്. അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഴ്സൺ ആൻഡ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. നമുക്കറിയാം അല്ലേ, കോറിലേഷൻ റിഗ്രഷൻ നമ്മൾ പഠിച്ചതാണ്.
കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾ, രണ്ടോ രണ്ടിൽ കൂടുതൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കോറിലേഷൻ എന്ന് പറയുന്നു. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് വൺ വാരിയബിൾ ലെഡ്സ് ടു ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വാരിയബിൾ. Decrease in value of one variable leads to decrease in value of other variable. The quantities are held to be correlated. അവ തമ്മിൽ correlated ആണെന്ന് നമുക്ക് പറയാം. പിന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഗ്രഷൻ മീൻസ് എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് unknown value of one variable from the known value of other variable. അതിനെയാണ് ഒന്നിൻ്റെ വാല്യൂ നമുക്ക് തരും. ഇപ്പോൾ എക്സും വൈയും ആണ് രണ്ട് വാരിയബിൾസ് ഉണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് തരും, അതിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് തരും, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ. Next one, interpolation and extrapolation refers to insertion of an intermediate value of a series in terms, whereas extrapolation refers to projecting value for the future. In other words, interpolation consists of calculating the missing value. Interpolation എന്ന് പറഞ്ഞാൽ missing values. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഡാറ്റാസ് വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തു അല്ലേ, കളക്ട് ചെയ്തതിൽ ഏതെങ്കിലും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ മിസ്സിംഗ് വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഇൻട്രാപ്പൊളേഷൻ ഉപയോഗിക്കുന്നത്. ഇൻട്രാപ്പൊളേഷൻ കൺസിസ്റ്റ് ഇൻ കാൽക്കുലേറ്റിംഗ് മിസ്സിംഗ് വാല്യൂസ്. ഇൻട്രാപ്പൊളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സിംഗ് വാല്യൂസ് എവിടേക്കാണ് വരുന്നത് വെച്ചെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രാപ്പൊളേഷൻ ഉപയോഗിക്കുന്നു. വിച്ച് ലൈസ് ബിറ്റ്വീൻ ടു എക്സ്ട്രീം പോയിൻറ്റ്സ്. വെയിൽ എക്സ്ട്രാപ്പൊളേഷൻ സ്റ്റാൻഡ്സ് ഫോർ റീഡിംഗ് ദ വാല്യൂ ദാറ്റ് ലൈസ് ഔട്ട്സൈഡ് ദ ഗിവൺ ഡാറ്റ. എവിടെയായിട്ട് പുറത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ ഔട്ട്സൈഡ് ആയിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി അതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ കമ്മോഡിറ്റീസിൻ്റെയും ഓരോ വർഷം കഴിയുന്തോറും വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രത്തോളം ചേഞ്ചാണ് വരുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇൻഡെക്സ് നമ്പർ പറയുന്നത്. ഏതൊക്കെയാണ് നമുക്ക് ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻഡെക്സ് നമ്പറുകൾ ഏതൊക്കെയാണ്? ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡും ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും എത്രത്തോളം പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രത്തോളമാണ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്, ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ എത്രത്തോളമാണ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ടൈം സീരീസ് അനാലിസിസ്. നമുക്ക് പഠിച്ചു അല്ലേ? ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വർഷം കഴിയുന്തോറും ഓരോ പ്രോഡക്റ്റിനും എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പ്രോസസ് കൺട്രോളും പ്രോഡക്റ്റ് കൺട്രോളുമാണ് രണ്ടെണ്ണമാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോസസ് കൺട്രോൾ ആൻഡ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നതാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം കറണ്ട് അസറ്റ് ഉണ്ട്, ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്, അതേമാതിരി നമുക്ക് ഫിക്സഡ് അസറ്റ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നു. Next one, probability theory and sampling technique. Probability theory. What is meant by probability? Probability means the possibility of the occurrence of uncertain event. ഇനിയാണ് probability എന്ന് പറയുന്നത്. അതുമാതിരി പലതരത്തിലുള്ള സാമ്പിളിംഗ് ടെക്നിക്കുകൾ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ? മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഡെലിബറേറ്റ് സാമ്പിളിംഗ്, അങ്ങനെ പലതരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അനാലിസിസ് ഓഫ് വാരിയൻസ്, അനോവ എന്ന് പറയും. അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ അനോവ എന്നാണ് പറയുക. ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് തരുന്നു, ഒരു സാമ്പിളല്ല, ഒരേ സമയം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് തന്നാൽ അവ തമ്മിൽ എത്രത്തോളമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഈൽഡിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള സീഡ്സ് ഉപയോഗിച്ച് സാധനങ്ങൾ ഫെർട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം വാരിയൻസ് ആണ് ഓരോന്നും തമ്മിൽ വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് തിയറി ഓഫ് അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊന്നാണ് തിയറി ഓഫ് അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി സ്റ്റഡിയിങ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ സച്ച് ഫിനോമിന ഈസ് ഡൺ യൂസിങ് ദി തിയറി ഓഫ് അട്രിബ്യൂട്ട്സ്. കോയിഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾ.
കോയിഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ എങ്ങനെയൊക്കെയാണ് വാരിയബിൾസിൽ വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താ എന്ന് പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് അത് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത് അല്ലേ. ഏതാണ് എടുത്തത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ഷൻ ഓഫ് ഡാറ്റാസ് കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ നടത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, സ്ക്യൂനെസ്, കർട്ടോസിസ് ആൻഡ് ഡിസ്പേഴ്സൺ. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് വേറെ ഉപയോഗിക്കുന്ന ടൂളാണ്. സ്റ്റാറ്റിസ്റ്റിക്കലിൽ ഉപയോഗിക്കുന്ന വേറൊരു ടൂളാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. പിന്നെ ഇൻട്രാപ്പൊളേഷൻ ആൻഡ് എക്സ്ട്രാപ്പൊളേഷൻ, പിന്നെ ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, probability theory and sampling technique, അനാലിസിസ് ഓഫ് വാരിയൻസ്, തിയറി ഓഫ് അട്രിബ്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കത് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് മെയിൻ ഹെഡിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. പ്രോഗ്രാമിംഗ്, ഈ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി പല പ്രോഗ്രാംസ് നമ്മൾ ഗ്രാഫിക്കലി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക അല്ലേ. എത്രത്തോളമാണ് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളത് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്കലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് ഈസ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി ടേം അപ്രോച്ച് where experts from maths, physics, engineering, statistics, management join together to solve complex problem using computers ഉപയോഗിച്ച് കോംപ്ലക്സ് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നു. ഇറ്റ് മേക്സ് യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ടു സോൾവ് പ്രോബ്ലം. പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കുന്നതിന് ടു സോൾവ് ദിസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ടെക്നിക് പോപ്പുലർലി നോൺ ആസ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ആർ വൈഡ്ലി യൂസ്ഡ് ബൈ ദ ഡിസിഷൻ മേക്കേഴ്സ് in modern times. While applying this technique, first we formulate the problem. ആദ്യം നമ്മൾ എന്ത് ഫോർമുലേറ്റ് നടപ്പിലാക്കുന്നു, നമ്മുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുകയും ആൻഡ് സ്യൂട്ടബിൾ മാത്തമാറ്റിക്കൽ മോഡൽ ഈസ് സെലക്റ്റഡ് ഫോർ ദാറ്റ്. അതിന് വേണ്ടി സ്യൂട്ടബിളായ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ സെലക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ആദ്യം സെഡ് ഇസ് ഈക്വൽ ടു നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് ക്ലാസ്സിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ സെഡ് ഇസ് ഈക്വൽ ടു വണ്ടി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു, അതിനനുസരിച്ച് മാക്സിമം ഓർ മിനിമം വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ ഏത് റിസോഴ്സസ് ഉപയോഗിച്ചാലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അല്ലേ, ഏതൊക്കെ തരത്തിലാണ് റിസോഴ്സസ് ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓൺ ബിസിനസ് ഫോർ ഒബ്റ്റെയിനിങ് ദ മാക്സിമം ഓർ മിനിമം വാല്യൂസ് ഓഫ് എ ലീനിയർ എക്സ്പ്രഷൻ സബ്ജക്റ്റ് ടു സർട്ടൺ ഗിവൺ കൺസ്ട്രെയിൻ. It helps to allocate scarce resources to maximize profit or minimize cost subject to many constraints. Next one, queuing theory എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്. Queuing theory or waiting line theory deals with a mathematical studies of queues. It minimizes the cost of both servicing and waiting. It can be used to solve എന്തൊക്കെയാണ് feasibility of adding facilities, scheduling aircraft and takeoff, assess amount and cost, waiting time. പറഞ്ഞാൽ ഈ ക്യൂയിങ് തിയറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂയിങ് തിയറി, വെയിറ്റിംഗ് ലൈൻ തിയറി, മാത്തമാറ്റിക്കൽ ക്യൂസ് എത്രത്തോളമാണ് നമുക്ക് മിനിമം കോസ്റ്റ് എത്രയാണ് വരുന്നത്, ബോത്ത് സർവീസിങ് ആൻഡ് വെയിറ്റിംഗ്, സർവീസിങ്ങിനും വെയിറ്റിങ്ങിനും എത്രത്തോളമാണ് മിനിമം കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ക്യൂയിങ് തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻവെൻട്രി തിയറിയാണ്. ഇൻവെൻട്രി പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് അല്ലേ. അപ്പോൾ ഇൻവെൻട്രി തിയറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഇൻവെൻട്രി തിയറി എയിംസ് അറ്റ് ഒപ്റ്റിമൈസിങ്
ഇൻവെൻട്രി പറഞ്ഞാൽ സ്റ്റോക്ക് ലെവൽ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. എത്രത്തോളം സാധനങ്ങളാണ് നമ്മൾ സ്റ്റോറേജിലുള്ളത്, എത്രത്തോളം സാധനങ്ങളാണ് നമ്മുടെ വെയർ ഹൗസിലുള്ളത് എന്നുള്ള മെഷർ ചെയ്യാനും, അപ്പോൾ സ്റ്റോക്ക് ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ഇൻവെൻട്രി തിയറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, തിയറി ഓഫ് ഗെയിം തിയറി. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ കിട്ടാനുള്ള ചാൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി. ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളേജ് ദാറ്റ് ഡീൽസ് വിത്ത് മേക്കിംഗ് ഡിസിഷൻ അണ്ടർ കണ്ടീഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ഇൻവോൾവിംഗ് 2 or more intelligent and rational opponents. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗെയിമിലൂടെ നമുക്ക് എത്രത്തോളമാണ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്, അതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ ആക്ഷൻസ് ചോയ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞത്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുള്ളതിൽ എന്തൊക്കെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് പോപ്പുലർലി നോൺ ആസ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് എന്നാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്കിന് നമ്മൾ പറയുന്നത് അല്ലേ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഫോർമുലേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ മാത്തമാറ്റിക്കൽ മോഡൽ, അതിന് അനുയോജ്യമായ മാത്തമാറ്റിക്കൽ മോഡൽ ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് അപ്ലൈ ചെയ്യുക അല്ലെ, സെലക്റ്റഡ് ഫോർ ദാറ്റ്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, തിയറി ഓഫ് ഗെയിംസ്, ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി ഡിസിഷൻ തിയറി നമ്മൾ പഠിച്ചു അല്ലേ, മാക്സിമം ആൻഡ് മിനിമാക്സ് ക്രൈറ്റീരിയൻ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി, അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിസിഷൻ തിയറി ഈസ് കൺസേൺ വിത്ത് ടേക്കിംഗ് സൗണ്ട് ആൻഡ് ടൈംലി ഡിസിഷൻ അണ്ടർ ശരിയായ സമയത്ത് ശരിയായ തരത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക അല്ലേ. അപ്പോൾ അതിൽ കണ്ടീഷൻ ഓഫ് സെർട്ടനിറ്റി, അൺസെർട്ടനിറ്റി, റിസ്ക്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് വെച്ചെങ്കിൽ അത് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ളതിൽ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടേംസാണ് PERT ആൻഡ് CPM, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നുള്ള 2 മെത്തേഡുകളാണ് നമ്മളതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സിമുലേഷനാണ് പറയുന്നത്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് വേരിയബിൾ ആൻഡ് കോംപ്ലക്സിറ്റി ഇൻവോൾവ്. അപ്പോൾ കോംപ്ലക്സ് ആയ വളരെ വിഷം പിടിച്ച വേരിയബിൾ വളരെ സിമ്പിളായിട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമുലേഷൻ ഈസ് ദി ഇമിറ്റേഷൻ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് പ്രോസസ് ഓർ സിസ്റ്റം ഓവർ ടൈം. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ imitation of the operation process and system of overtime. Simulation is used mainly in simulation of technology, safety engineering, അതിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ടെസ്റ്റിംഗ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, വീഡിയോ ഗെയിംസ്, അതിലൊക്കെയാണ് നമ്മൾ സിമുലേഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് സെർച്ച് തിയറിയാണ്. സെർച്ച് തിയറിയിൽ ഒന്നുമില്ല, നമ്മളിത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ഫോർ കസ്റ്റമേഴ്സ്, HR ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് ഫോർ ഗുഡ് എക്സിക്യൂട്ടീവ്സ്, കമ്പനീസ് സെർച്ച് ഫോർ ഗുഡ് എംപ്ലോയീസ് ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റീപ്ലേസ്മെൻറ്റ് തിയറി. റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക, വല്ല എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, മെഷീൻസ്, സാധനങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്ഷനൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സാധനം ഫിറ്റ് ചെയ്യുക അല്ലെ, പുതുതായി ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വെച്ചെങ്കിൽ അതാണ് റീപ്ലേസ്മെൻറ്റ് തിയറി എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തിയറി ഇൻ ഓപ്പറേഷൻ റിസർച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഫോർ റീപ്ലേസിങ് എ യൂസ്ഡ് എക്യൂപ്മെൻറ്റ് വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് വൺ, അസൈൻമെൻറ്റ് പ്രോബ്ലം. നെക്സ്റ്റ് വൺ അസൈൻമെൻറ്റ് പ്രോബ്ലം ആണ് പറയുന്നത്. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈനിങ് വാരിയസ് ജോബ്സ് ടു വർക്കേഴ്സ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ജോലികളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഷോർട്ടസ്റ്റ് ദേ ക്യാൻ ഡു ദി വർക്ക്, അവർ വർക്ക് ചെയ്യുക ഇൻ എ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം അല്ലേ, ഏറ്റവും എളുപ്പത്തിൽ എത്രത്തോളം സമയം ചിലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കംസ് വിത്ത് സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് മിനിമം കോസ്റ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് മിനിമം ഹോമോജീനിയസ് പ്രോഡക്റ്റ് അല്ലേ. ഒരേപോലത്തെ പ്രോഡക്റ്റുകളെയാണ് ഹോമോജീനിയസ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഹെട്രോജീനിയസ് അല്ലേ. അപ്പോൾ ഹോമോജീനിയസ് പ്രോഡക്റ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടി എത്രത്തോളമാണ് മിനിമം കോസ്റ്റ് വരിക എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ
ഇതിൽ പറഞ്ഞത് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിലും നമ്മൾ പറഞ്ഞ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, തിയറി ഓഫ് ഗെയിംസ്, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, സെർച്ച് തിയറി, റീപ്ലേസ്മെൻറ്റ് തിയറി, അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ അതർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ്, പിന്നെ സീക്വൻറ്റിംഗ്, അൽഗോരിതമെറ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള കാര്യങ്ങൾ, ഗോൾ പ്രോഗ്രാമിംഗ് എന്നുള്ളതൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. അതൊക്കെ ജസ്റ്റ് പോയിൻ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ വരുന്ന നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് അസ്യൂം ലീനിയാരിറ്റി ഓഫ് ഓൾ വേരിയബിൾ. നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഒപ്റ്റിമം സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നാൽ അതിന് എങ്ങനെ ചെയ്താലാണ് നമുക്ക് അതിന് യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സാധിക്കുക വെച്ചെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ. പിന്നെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻറ്റിജർ പ്രോഗ്രാമിന് ഇൻറ്റഗ്രൽ നമ്പേഴ്സ് ഓർ ഹോൾ നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കാണുക. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ്, അതൊക്കെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഗോൾ പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 തരത്തിലുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. 2 ടൂൾസ് പറഞ്ഞു അല്ലേ. അതിപ്പോൾ ഒന്നും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻ പോളിസീസ് എന്തൊക്കെയാണ്, ഫ്രെയിമിംഗ് ദി പോളിസീസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോളിസീസ് ഫ്രെയിം ചെയ്യാനും നമ്മുടെ ഇൻഡസ്ട്രീസിലായാലും ബാക്കി എല്ലാ ഫീൽഡിലായാലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് പറഞ്ഞത് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോഗ്രാമിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്. ഇപ്പോൾ 2 എണ്ണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാമിംഗ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കലിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഓർഡറിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഓർഡറിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആദ്യം ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, അതിനെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഴ്സൺ, സ്ക്യൂനെസ്, കട്ടോസിസ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അടുത്തെന്താ നമ്മൾ ചെയ്യുന്നത്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് പറഞ്ഞത്. പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ നമ്മൾ പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്, പിന്നെ എന്ത് പറയുന്നത്, ക്യൂയിങ് തിയറി, ഇൻവെൻറ്ററി പറഞ്ഞ സ്റ്റോക്ക്, ഇൻവെൻറ്ററി തിയറി, പിന്നെ നമ്മൾ പറഞ്ഞു തിയറി ഓഫ് ഗെയിംസ്, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷൻ, സെർച്ച് തിയറി, റീപ്ലേസ്മെൻറ്റ് തിയറി, അസൈൻമെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയാണ് അതിൽ പറയാനുള്ള, മാത്തമാറ്റിക്കൽ ടെക്നിക്സും കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതുവരെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, ഓക്കെ.